ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി രായമംഗലം പഞ്ചായത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നിയമ നടപടികളും എന്ന വിഷയത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മനോജ് മൂത്തേടൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പെരുമ്പാവൂർ ASP ഹാർദിക് മീണ ക്ലാസിന് നേതൃത്വം നൽകി. കുറുപ്പമ്പടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു പരിപാടികൾ. രായമംഗലം ഗ്രാമപഞ്ചായത്തിൽ സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നിയമ നടപടികളും എന്ന വിഷയത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. രായമംഗലം ഗ്രാമപഞ്ചായത്ത്, കേരള പോലീസ്, എക്സൈസ് വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടികൾ. വ്യാഴാഴ്ച രാവിലെ കുറുപ്പമ്പടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ MLA മനോജ് മൂത്തേടൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. പെരുമ്പാവൂരിനെയാണ് ശ്രദ്ധിക്കുന്നത്, മറ്റൊന്നുമല്ല. ഒരു തലമുറയെ മുഴുവൻ രസിച്ചിരിക്കുന്ന മാരകമായിട്ടുള്ള ലഹരി വിപത്തിനെതിരായിട്ടുള്ള വലിയ പ്രതിരോധം കേരളത്തിലെമ്പാടും ഉണ്ടാവുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. ആ മുന്നേറ്റത്തിൽ ഏറ്റവും കൂടുതൽ അറസ്റ്റ് നടക്കുന്നതും റെയ്ഡ് നടക്കുന്നതും പെരുമ്പാവൂരിലാണ്. കാരണം നമുക്ക് 1.5 ലക്ഷത്തിലധികം വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുള്ള ഈ നാട്ടിൽ ഒരുപാട് ലഹരി മാഫിയകൾ നമ്മുടെ പുതിയ തലമുറയെ വലിഞ്ഞു മുറക്കുന്നുവെന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിന് മുമ്പിലാണ് ഇതിലെ അന്വേഷണങ്ങൾ നടക്കുന്നത്. ഇന്ന് തന്നെ ഇപ്പോൾ ASP കൂടെ വരും. ഒരു 12 മണിയാകുമ്പോൾ അദ്ദേഹം എത്തിച്ചേരും. ഇന്ന് 17 കിലോ കഞ്ചാവ് പിടിച്ചിട്ട് അദ്ദേഹം വരും. 17 കിലോ മാരകമായിട്ടുള്ള ലഹരി പിടിച്ച് ഒരു ഭാര്യ ഭർത്താവിനാണ് 2 പേരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹം വരാൻ പോകുന്നത്. അപ്പൊ അതുപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട് നടക്കുകയാണ്. നമ്മുടെ പെറ്റമ്മയെ പോലും തലതല്ലി തകർക്കാൻ മടിയില്ലാത്ത ഒരു പുതിയ തലമുറയാണ് മുമ്പിൽ വളർന്നു വരുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ASP ഹാർദിക് മീണ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഓപ്പറേഷൻ തൂഫാൻ ബന്ധപ്പെട്ട് അത് ഓപ്പറേഷൻ നടത്തി. ഇന്നലെ 18 kg ഗാഞ്ച നമ്മൾ സീസ് ചെയ്തു. അത് നോർമൽ ഗാഞ്ച അല്ല, അത് ഹൈബ്രിഡ് ഗാഞ്ച ആണ്. ഹൈബ്രിഡ് ഗാഞ്ച ജനറലി ഇമ്പോർട്ടഡ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ. ഹൈബ്രിഡ് ഗാഞ്ച സ്പെഷ്യൽ ക്വാളിറ്റി, കൂടുതൽ ഹൈ ക്വാളിറ്റി THC ഉണ്ടാവും. പിന്നെ what we say, the narcotic effect is very different. Lot of high and a lot of lows are there. So high THC quantity and hydroponics, without the presence of water the ganja is manufactured, this hybrid ganja. That's why it's expensive one. So international market rate ഒരു kg hybrid ganja rate is 1 crore. സദസ്സിൽ നിന്നുള്ള സംശയങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ജോയ് പുണേലി ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ മുബാസ് ഓടക്കാലി, അൽഫോൻസ ഡേവിസ്, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ പ്രീത സുഗു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ മേരി പൗലോസ്, ഹണി എൽദോസ്, ഐസക് തുരുത്തിയിൽ, ബ്ലോക്ക് അംഗങ്ങളായ എൽദോ മാത്യു, JB സജി, മാത്യൂസ് ജോസ് തരകൻ, പഞ്ചായത്ത് മെമ്പർ EV ജോർജ്, മുൻ പ്രസിഡന്റ് NP അജയ്കുമാർ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബേബി കിളിയായത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പ്രമോദ് KP ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നമ്മൾ പിടിക്കുന്നത് 100 കിലോ വന്നാൽ നമ്മൾ പിടിക്കുന്നത് 19 കിലോ. ഇപ്പം യൂസ് ചെയ്യുന്നവരെ കുറയ്ക്കാതെ ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ, അതായത് എൻ്റെ മകൻ 9 വയസ്സുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന, മോൾ 6ാം ക്ലാസ്സിൽ. ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളോട് പറയാം. അതായത് നമ്മുടെ മക്കൾക്ക് അവർ ആവശ്യപ്പെടാതെ ഒരു കാര്യം ചെയ്തുള്ള ആവശ്യമുണ്ട്. അവരുടെ 4 ആവശ്യങ്ങളിൽ ഒറ്റ ആവശ്യം നമ്മൾ നൽകുകയാണ്. അതുകൊണ്ട് ഗുണമെന്താണെന്നറിയോ? ഈ 3 ആവശ്യങ്ങൾ നമ്മൾ നിർത്തിക്കുമ്പോൾ അവനെ നിരാശയ്ക്ക് അവൻ ലൂസറാവും. നമ്മളെല്ലാ കാര്യം സാധിച്ചു കൊടുത്തിട്ട് ഒരു ഫോൺ മേടിച്ചു കൊടുത്തിട്ട് എന്തൊരു കാര്യങ്ങളാണ് അവർ സൂയിസൈഡ് ചെയ്യാനും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പോകുന്നത്. അപ്പം നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കാതെ കാലം നമ്മൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദികൾ. ഇതിനെല്ലാം പോയി ചാടുന്നത് ഇവിടെ നമ്മുടെയൊക്കെ, അതായത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം അറൗണ്ട് 45 വയസ്സിന് മുകളിലുള്ളവരാണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് 4 മണി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പുറത്തു പോകാൻ പറ്റും. എൻ്റെ വീട്ടിലൊക്കെ എനിക്ക് പറ്റത്തില്ലായിരുന്നു. വിളക്കെത്തിച്ച് നാമജമാണ്, അല്ലെങ്കിൽ പഠിച്ചോണം. ഇപ്പം അങ്ങനെയാണോ? പിള്ളേരെല്ലാം പോകുന്നത് കളിക്കാൻ പോകുന്നത്, ടർഫിലേക്ക് പോകുന്നത് 7 മണി കഴിഞ്ഞിട്ടാണ് പോകുന്നത്. നമ്മൾ രാത്രി 10 മണിക്ക് ഇങ്ങനെ പോകുമ്പോൾ 2 മണിക്ക് ചെല്ലുമ്പോൾ പിള്ളേർ അറിയുന്നുണ്ട് ഇവിടെ പോകണമെന്നിപ്പോൾ സാർ ഞാൻ ചായ കുടിക്കാൻ പോകുന്നത്. നമ്മൾ ചായ കുടിക്കുന്നപ്പോഴാണ് രാവിലെ ഒരു ചായ കുടിക്കും, അല്ലെങ്കിൽ വൈകിട്ട് ഒരു ചായ കുടിക്കും. അപ്പോൾ അതിനകത്ത് ഒരു പ്രശ്നം ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ കടകളുണ്ട്. 10 മണി കഴിഞ്ഞിട്ട് നമുക്ക് എന്തിനാണ് ഈ കടകൾ? ഈ കടകൾ നമ്മൾ വരുന്നത് ഇതിലൊരു സമയം നോക്കണം. ഈ 24 കടകളെല്ലാം വന്നടിയുന്നത് ഈ ടീനേജാണ്. ന്യൂസ് ഡെസ്ക്
മീഡിയ സിറ്റി പെരുമ്പാവൂർ.